കുത്തിയോട്ടപ്പാട്ടുകളും ചുവടുകളും കൊണ്ട് മുഖരിതമാണ് ഇപ്പോൾ ഓണാട്ടുകര ദേശം. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി നാളിലെ കുത്തിയോട്ട വഴിപാടിന് ശിവരാത്രി നാൾ തുടക്കം കുറിച്ചു. ഈ മാസം 10-നാണ് ലോക പ്രശസ്തമായ ചെട്ടികുളങ്ങര കുംഭഭരണി. അഭീഷ്ടകാര്യസിദ്ധിക്കും സർവൈശ്വര്യത്തിനുമായി നടത്തുന്ന കുത്തിയോട്ടം ചെട്ടികുളങ്ങരയിൽ ശിവരാത്രി നാൾ തുടങ്ങി 9-ാം പക്കം ഭരണി നാൾ സമാപിക്കുന്നു. ക്ഷേത്ര സമാനമായ മണ്ഡപത്തിന് മുൻപിൽ ദേവിയുടെ പ്രതിരൂപമായ പള്ളിവാൾ പ്രതിഷ്ഠിച്ച് ദേവി ആചാര്യ വന്ദനങ്ങൾക്ക് ശേഷം ചവിട്ടാശാന്മാർ ബാലന്മാരെ ചുവടുകൾ പരിശീലിപ്പിക്കുന്നു. തുടർന്ന് കുത്തിയോട്ട സമിതിയിലെ ചെറുതും വലുതുമായ സംഘങ്ങൾ പല പാദങ്ങളിലുള്ള കുത്തിയോട്ട ശീലുകൾക്കനുസരിച്ച് ചുവട് വയ്ക്കുന്നു. കുത്തിയോട്ടം പരിശീലനം കാണുവാനെത്തുന്ന ദേശവാസികൾക്ക് ഏതു സമയവും അന്നപാനീയങ്ങൾ നൽകി ആതിഥ്യം അരുളണം എന്ന ധർമ്മമാണ് ഓണാട്ടുകരയിലെ കുത്തിയോട്ടം ഭവനങ്ങളിലെ രീതി. ആയതിനാൽ ഭക്തിയാദരപൂർവ്വം കുടുംബാംഗങ്ങൾ ദേശവാസികളെ സ്വീകരിക്കുന്നു. ഞാൻ 30 വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഞങ്ങളുടെ നാട്ടുകാരുടെ സഹകരണവും ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചെട്ടികുളങ്ങര കുതിരച്ചവിട്ടിൽ നിന്ന് ഘോഷയാത്രയായി അമ്മയുടെ അടുത്ത് ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ചൂരൽ മുറിഞ്ഞ് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് തീരുന്ന ഒരു വഴിപാടാണ് ഇത്. ഭരണിനാൾ ഘോഷയാത്രയോട് ക്ഷേത്രത്തിലെത്തിക്കുന്ന ബാലന്മാരെ ചൂരൽ മുറിഞ്ഞ് പ്രദക്ഷിണം വെച്ച് ദേവിക്ക് കാണിക്ക സമർപ്പിക്കുന്നതോടെ 9 നാൾ നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾക്ക് സമാപനമാകുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന കുത്തിയോട്ടങ്ങൾ സമാപിക്കുന്നതോടെ ചരിത്രപ്രസിദ്ധമായ കെട്ടുകാഴ്ച വരവിന് തുടക്കമാകും. ക്യാമറാമാൻ ബെന്നി കറുകയിലിനൊപ്പം BN ജയപ്രസാദ്, സൂര്യ ന്യൂസ്, ആലപ്പുഴ.